ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ എണീച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ജിമ്മിനൊക്കെ കയറിയിട്ട് വരാം. പിന്നെ ഈ കാര്യം ഈ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് കാര്യം ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പൊ വർക്കൗട്ട് ചെയ്തിട്ട് പറയാം. പിന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ വയ്യ. കിട്ടിയ വെയിലാണ്. സൂര്യനൊക്കെ ഉച്ചയ്ക്കുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ന് എന്തിനാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ത്യയിൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലംബോർഗിനിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ പോവുകയാണ് ഗയ്സ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം പോലീസ് പൊക്കോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല. ഫുള്ള് കിടിലം വലിയ മോൺസ്റ്റർ ട്രക്കിന്റെ ടയേഴ്സ് ഒക്കെ ഇട്ട് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ച് ഇറക്കാൻ പോവാണ് ഗയ്സ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പോലീസ് പൊക്കും ഇല്ല എന്നൊക്കെ ഇരിക്കും. പൈസ അടച്ചെന്നിരിക്കും. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവത്തെ ധ്യാനിച്ച് ഞാൻ വണ്ടി ഇറക്കുകയാണ് ഗയ്സ്. വണ്ടി കൊണ്ടുപോവുകയാണ്. കാർ എവിടെന്ന് വെച്ചാൽ ഞാൻ കാർ മോഷ്ടിച്ചെടുത്തതാണ്. ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. ആ വീഡിയോ പിന്നെ ആ വീഡിയോയിൽ ഒരു കോബ്ര വൈക്കും കൂടെ ഞാൻ മോഷ്ടിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ആ വീഡിയോയിൽ കാണും ഗയ്സ്. പിന്നെ ആ കടയോട്ട് എത്തിയിട്ട് നമുക്ക് കാണാം. വർക്ക്ഷോപ്പിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. ഇങ്ങോട്ട് നമുക്ക് ഇനി വണ്ടി കയറ്റാൻ പുത്തനായിട്ട് ഇറക്കണം ഗയ്സ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗയ്സ്. അവിടെ കത്തി തന്നെ വണ്ടി കിടക്കുന്നു. എന്തിനാണ് സംഭവം? ഇവിടെ പൊട്ടിയ വണ്ടി കിടക്കണം. ഒരു ട്രക്ക് കിടക്കണം. കുറെ കാറുകളൊക്കെ ഉണ്ട്. ഇവിടെ ഓണറാണല്ലേ? ഇവിടെ ഓണർ എവിടെ? ഈ ഓണർ ഇത് എവിടെ പോയി കിടക്കണം ഗയ്സ്? എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നാ പിന്നെ അത് ഒന്നും നടക്കൂല. എന്തിനാണ് സംഭവം? ഓണർ എവിടെ പോയി? ഓണർ ഇവിടെ എവിടെയും കാണാൻ തോന്നുന്നു ഗയ്സ്. ദേ ഓണർ ഇതാണെന്ന് തോന്നുന്നു. ഹായ് ബ്രോ, വല്ല കാർ അങ്ങനെ മോഡിഫൈ ഉണ്ടോ? അതിനാണോ ബ്രോ ഇങ്ങോട്ട് വന്നത്? പറയ് ബ്രോ. ബ്രോ, എനിക്ക് ഈ വണ്ടി എന്നിട്ട് മോൺസ്റ്റർ ട്രക്ക് ആക്കിയിട്ട് മോഡിഫൈ ചെയ്ത് തരുമോ? എനിക്ക് ഇതിന്റെ ബ്ലാക്ക് കളറൊക്കെ അടിച്ച് പെയിന്റ് ഒക്കെ സെറ്റ് ആക്കി കിട്ടിയത് തിളങ്ങി നിൽക്കാൻ ബ്രോ. എനിക്ക് ഈ വണ്ടി ഒന്ന് മോൺസ്റ്റർ ട്രക്കിന്റെ രീതിയിലൊന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കി തന്നാൽ മാത്രം മതി. എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ആക്കി കിട്ടിയാൽ പൈസയുടെ കാര്യമൊക്കെ ഞാനായിട്ട് ബ്രോ. ഞാൻ സെറ്റ് ആക്കിട്ട് വിളിക്കാം ബ്രോ. ഗയ്സ്, ആ ബ്രോ പറഞ്ഞിട്ടുള്ളത് രാത്രിയാകുമ്പോ ഒന്ന് വിളിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. സെറ്റ് ആക്കി വിളിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പൈസയൊക്കെ ജിപേ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഗയ്സ്, ആ ബ്രോ വണ്ടി സെറ്റ് ആക്കിയെന്ന് പറഞ്ഞു ഗയ്സ്. ഫുള്ള് മോഡിഫൈ ചെയ്ത് ഇറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഫുൾ എക്സൈറ്റഡ് ആണ് ഗയ്സ്. എന്റെ മോനെ എങ്ങനെയായിരിക്കും വണ്ടി കാണാൻ എന്നുള്ളത്. അത് മോഷ്ടിച്ചൊരു വണ്ടിയിൽ ഗയ്സ്. മോഷ്ടിച്ചൊരു വണ്ടിയിൽ. പിന്നെ ഇത് മോഷ്ടിച്ചൊരു വണ്ടിയാണ് ഗയ്സ്. ഇത് അവിടെ നിന്ന് എടുത്തൊരു കോബ്ര ബൈക്കാണ്. സീൻ ബൈക്കാണെന്ന് തോന്നുന്നു ഗയ്സ്. ഞാൻ പെട്ടെന്ന് തന്നെ ഈ വീട്ടിലോട്ട് കയറ്റി വെച്ച് ഞാൻ ഓട്ടിച്ചൊന്നുമില്ല. ഇപ്പോഴാണ് എടുക്കണത് തന്നെ. പിന്നെ അങ്ങോട്ട് പോയിട്ട് ഇനി ആ കാർ എടുക്കണം ഗയ്സ്. എന്റെ മോനെ വിഷയമായിരിക്കും ഗയ്സ്. വിഷയമായിരിക്കും. മാസമായിരിക്കും ഗയ്സ്. ഗയ്സ്, നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഗയ്സ്. അയാളെ കാണാനില്ല. ഇവിടെ വെട്ടമില്ലല്ലേ. ആകെ പോസ്റ്റിന്റെ വെട്ടം മാത്രമേ ഉള്ളൂ. അകത്തൊക്കെ ഉണ്ട് ഗയ്സ്. എന്നാലും വെട്ടമില്ല. വെളിയിലൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല ഗയ്സ്. ഗയ്സ്, നമുക്ക് ഇനി അയാളെ വിളിച്ചു നോക്കാം. ഏതാണ് വണ്ടി? അതാണ് ആ കത്തിക്കിടക്കുന്ന കാറൊക്കെ ഇവിടെ കിടക്കണു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗയ്സ്. അതാണ് വണ്ടി. എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അയാളെ വിളിച്ചു നോക്കണം ഗയ്സ്. അയാളുടെ പേരെന്താണെന്ന് വെച്ചാൽ അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ എന്നാണ് അയാളുടെ പേര്. ഞാൻ നോക്കട്ടെ. ഫോണിൽ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ ഗയ്സ്. രാഹുൽ എന്നാണ് അയാളുടെ പേര്. നോക്കട്ടെ. ഫോൺ എടുത്തേ. നോട്ട് ഫോണ്. രാഹുൽ ഗയ്സ്. കോൾ ചെയ്തിട്ട് വരാം ഗയ്സ്. ബ്രോ, ഞാൻ വർക്ക്ഷോപ്പിൽ വന്നു ബ്രോ. ഇവിടെ ബ്രോയിനൊന്നും കാണാനില്ല. എവിടെ പോയി? അത് ഞാൻ വണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ ചായ കുടിക്കാൻ വരെ വെളിയോട്ടൊന്ന് പോയത് കേട്ടോ. ഓക്കെ. പിന്നെ നീ പൈസ ഒക്കെ പ്രീപെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലേ? വണ്ടി മാത്രം എടുത്തോണ്ട് പോയാൽ മതി. പൈസ തരണ്ടേ? പിന്നെ ബ്രോ, അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ കീ എവിടെ വെച്ചിരിക്കുന്നത്? കീ ഒക്കെ ഞാൻ അവിടെ മറ്റേ വണ്ടിയിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഡ്രോവറിന്റെ മണ്ടയിൽ നോക്കിയാൽ ഓക്കേ ബ്രോ.